ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJS വ്ലോഗ്. ഇന്ന് നമ്മളെവിടെയാണ്? നമ്മൾ ഭോപ്പാലിൽ ബുധനാഴ്ച മാർക്കറ്റിൽ വന്നിരിക്കുക. ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് വന്നതാ. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഒന്നിച്ച് നോക്കിയാലോ? വാ, നമുക്ക് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാറ്, ഷോപ്പിംഗ് നടത്താറ്. പച്ചക്കറിയും മീനും പിന്നെ ഇവിടെ നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. അതുപോരാണ്ട് കമ്മൽ, മാല, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറ്റൊന്നുമല്ല. ബുധനാഴ്ച ദിവസം നമ്മുടെ ഈ റോഡ് സൈഡിലൊക്കെ ഫുള്ള് കടകളായിരിക്കും. പച്ചക്കറിയുടെ കടകളും, കൂടുതലും പച്ചക്കറികളാണ്. കാരണം ഇവിടുത്തെ ആൾക്കാർ കൂടുതലും വെജിറ്റേറിയൻസാണ്, അതുകൊണ്ട് കൂടുതലും പച്ചക്കറി. പിന്നെ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. റേറ്റൊക്കെ ഭയങ്കര കുറവായിരിക്കും. ചെരുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചെരുപ്പുകളൊക്കെ വെറും നിസ്സാര രൂപയ്ക്കൊക്കെ, 30 രൂപയുടെയൊക്കെ പിള്ളേരുടെ ചെരുപ്പ് 30-50 രൂപ. നമ്മൾക്ക് വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള പോലത്തെ ചെരുപ്പുകൾക്ക് വെറും 100 രൂപ. നമ്മൾ അതുപോലെ അവർ റേറ്റ് കൂടുതലാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ റേറ്റ് കുറയ്ക്കും. ലാസ്റ്റ് നമുക്ക് വേണ്ടാന്നും പറഞ്ഞ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർ തിരിച്ച് വിളിച്ചിട്ട് നമ്മൾ പറയുന്ന പൈസയ്ക്ക് സാധനം തരും. അത്രയും വില കുറവുള്ളൊരു മാർക്കറ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്ത് ലാഭമാണ് ഈ മാർക്കറ്റ് നടത്തിയിട്ട് കിട്ടാൻ പോണേന്ന്. അങ്ങനെ നമ്മൾ ഒരു കടയിലും കയറാണ്ട് റോക്കറ്റ് വിട്ട പോലെ പോകുന്നത് ഫിഷ് മാർക്കറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിലെ മീനുകൾ ഇവിടെ കിട്ടും, പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിലത്തെ മീൻ തന്നെ കഴിക്കാനല്ലേ തോന്നുക. അത് മേടിക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടിയതാണ്. കാരണം ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞ് മാർക്കറ്റിൽ കയറി, ഫിഷ് മാർക്കറ്റിൽ കയറി നമ്മൾ പറയുന്ന മീൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് തരും. അതിന് എക്സ്ട്രാ പൈസയും കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തുനിന്ന് മേടിക്കില്ല. അത് ഏത് മീൻ മേടിച്ചാലും, അവിടുത്തെ മീൻ മേടിച്ചാലും നമ്മുടെ മീൻ മേടിച്ചാലും അവരങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ അരി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വേറെ ആൾക്കാർ വരും. അത് നമ്മൾ പറയുന്ന പൈസയ്ക്ക് തരും. എത്ര 10 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് തരും. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഹോളി ആവാറായിട്ടുണ്ടല്ലോ. ഹോളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര വലിയ ഫെസ്റ്റിവലല്ലേ. അപ്പോൾ ഹോളിയുടെ കളർ പൊടിയും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോഴല്ല, ഇനി അടുത്ത മാർക്കറ്റിലൊക്കെ ആകുമ്പോഴേക്കും നല്ലതുപോലെ കളർ പൊടികളും ഈ പിച്ചുകാരി വെള്ളം വെച്ച് വീശി കളിക്കണത്, കളിപ്പാട്ടം പോലത്തെ കുറച്ച് തോക്കുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ അതാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ മാർക്കറ്റിൻ്റെ സമയത്തിന് ഭയങ്കര പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു വൈകുന്നേരം 3 മണി 4 മണിക്ക് മാർക്കറ്റ് സ്റ്റാർട്ടാവും. നമ്മൾ ഒരു 9 മണി 8 മണിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ റേറ്റ് നല്ലോണം കുറയ്ക്കും. കാരണം അവർക്ക് ഈ പച്ചക്കറികളൊക്കെ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. അവരെങ്ങനെയെങ്കിലും ഇവിടെ തന്നെ തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പം നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ നിങ്ങൾ പറയുന്ന റേറ്റിന് നമ്മൾ തരാം എന്നും പറഞ്ഞ് അവർ നമ്മളെ വിളിച്ച് വരുത്തും. പിന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ നാട്ടിലുള്ളപ്പോൾ സമയത്ത് കാണാത്ത കുറേ പച്ചക്കറികൾ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു. ഇവിടെ പിന്നെ നമ്മുടെ പച്ച കടലുണ്ടല്ലോ, കടല അവർ ചെടിയോടുകൂടി തന്നെ പറിച്ചുകൊണ്ട് വന്ന് അങ്ങനെ തന്നെ പുഴുങ്ങിയിട്ട് അവർ കഴിക്കും. ഇവിടെ തണുപ്പ് സീസണായിരുന്നു. ഇപ്പോൾ ആ സമയത്ത് അവർ കഴിക്കണതാണ് ഈ കടല പുഴുങ്ങിയൊക്കെ കഴിക്കുന്നത്. പിന്നൊരു കാര്യം, ഈ കടയിൽ ഈ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ വച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും 10 രൂപ. അത് ഏതെടുത്താലും 10 രൂപ. അതേപോലെ പഴം, നമ്മൾ നാട്ടിൽ പഴം കിലോയ്ക്കല്ലേ മേടിക്കുക, ഇവിടെ കിലോയ്ക്കല്ല പഴം കൊടുക്കുക. ഇവിടെ ഓരോ പഴത്തിൻ്റെ എണ്ണത്തിനാണ് റേറ്റ്. 4 പഴത്തിന് ഇത്ര. ഞാൻ 6 പഴം മേടിച്ചു, 6 പഴത്തിന് 20 രൂപ. അങ്ങനെ ഇവിടെ റേറ്റ്, കിലോയ്ക്കല്ല ഇവിടെ റേറ്റ്. കുറച്ച് നാൾ വരെ ഇവിടെ എല്ലാ കടകളിലും കണ്ടിരുന്നത് മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് ഇല്ലേ, പച്ച ഗ്രീൻ പീസ്, അതായിരുന്നു. ഇവിടെ തണുപ്പ് സമയത്ത് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ കിട്ടും. അതൊക്കെ പല റേറ്റാട്ടോ. നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്ത് മേടിക്കേണ്ടി വരും. പിന്നെ ഡ്രസ്സുകളുണ്ട്. മെയിനായിട്ട് ഡ്രസ്സുകളൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും. ഞാനങ്ങനെ ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല ഇവിടെ നിന്ന്, പക്ഷെ നല്ല റേറ്റ് കുറവാണ്. ഞാൻ കൂടുതൽ ഇവിടുന്ന് പച്ചക്കറിയും മീനും
അതുപോലെ കമ്മലുകളൊക്കെ കിട്ടും കേട്ടോ. കമ്മലുകൾക്കൊക്കെ വെറും 30 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ 10 രൂപ കൺമഷി. അതുപോലെ മെയിനായിട്ട് ഇവിടെ കമ്മല. ചില കടകൾ ഏതെടുത്താലും 30 രൂപ എന്നൊക്കെ പറഞ്ഞിടും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം. നമ്മൾ വിചാരിക്കും ഇത്ര റേറ്റ് കുറവിനാണോ കൊടുക്കണമെന്നൊക്കെ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മറ്റേ ഇലക്കറികളാട്ടോ. പാലക്കിൻ്റെ ഇല, അതുപോലെ പല ഇലകളുണ്ട്. എനിക്ക് ഇലകളെ പറ്റി വലിയ അറിവൊന്നുമില്ല. കുറേ ഇലകളാണ് കഴിക്കുക. ഞാൻ എനിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകും. ഇവിടെ വന്നാൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല സാധനങ്ങൾ വാങ്ങാം. നിങ്ങൾ എന്തായാലും ഭോപ്പാൽ വരുമ്പോൾ ഇവിടെ വരണേ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.